ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. ഈ ചിക്കൻ കറിയാണ് ധനിയ ചിക്കൻ കറി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നല്ല ഫേവറേറ്റ് ആയിട്ട് പിന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആവും ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള ചിക്കൻ അവിടെ തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. കണ്ടില്ലേ, സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 ചെറിയ സവോള, വലിയ സവോളയാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. മല്ലിയില ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സവോളയും അതുപോലെ തന്നെ ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടില്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് തൈരാണ് കേട്ടോ. ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ തൈരും ചേർത്തിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് മിക്സിയിൽ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മളെടുത്ത മോര് തന്നെ മതിയാവും. മോരോ തൈരോ പുളിയില്ലാത്ത വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വീട്ടിലേത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു പാതി വേവ് ആവുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ച ചിക്കനാണ്. ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ആ ഒരു അരപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം എല്ലാവരും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണേ. തീയാണ്, അപ്പം നമ്മളൊന്ന് പൊള്ളാതെയൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ഒരു അരപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ച ചിക്കൻ എന്തായി എന്നുള്ളത് നമുക്കൊന്ന്
തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ച് സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ചില്ലി സോസ് നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് വേറെ പച്ചമുളകൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 പച്ചമുളകൊക്കെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ആ ഒരു അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കാം കേട്ടോ. ചില്ലി സോസ് യൂസ് ചെയ്യുമ്പോൾ അത് വേറൊരു ഫ്ലേവറാണ്, വേറൊരു ടേസ്റ്റാണ് നമുക്ക് വരിക. അപ്പം ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ധനിയ ചിക്കൻ അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ ഈ ഒരു ധനിയ ചിക്കൻ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ധനിയ ചിക്കൻ. ഇതാ കണ്ടില്ലേ, മല്ലിയിലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതാ അടിപൊളിയാണിത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്കിനി എപ്പോഴത്തെയും പോലൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്താലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ധനിയ ചിക്കൻ ദാ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല കിടിലനായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ധനിയ ചിക്കനാണ് കേട്ടോ. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.